മൂന്നാറിൽ ഐസുവിയുടെ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴേ ഫാമിലിക്ക് ഒരു ആഗ്രഹം, ഒന്ന് മൂന്നാർ പോയിട്ട് വന്നാലോ എന്ന്. അപ്പോൾ രാവിലെ തീരുമാനിച്ചു, ഉച്ചയ്ക്ക് തന്നെ യാത്ര തുടങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് പുറപ്പെട്ട ഒരു യാത്രയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. 8:30 ആയപ്പോൾ ആനച്ചാലിലെത്തി. ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ ഡിന്നറായിരുന്നു. എല്ലാവരും യാത്ര ചെയ്ത് ടയർഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ കിളികളുടെയൊക്കെ സ്വരം കേട്ടാണ് ഞാൻ എഴുന്നേറ്റ് പുറത്ത് വന്ന് ഇവിടെ ഇരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അറിയാതെ തന്നെ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നി. അത്ര നല്ല ക്ലൈമറ്റും ശാന്തതയുമാണ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം. കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു ഫീലിംഗ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ സാധനങ്ങൾ കിട്ടിയത്. കുറച്ചു നേരം കൂടി മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ താമസിച്ച കോട്ടേജാണ് ആ കാണുന്നത്. ഈ കോട്ടേജിലാണ് ഇത്. ആ കോട്ടേജിനുള്ളിൽ 2 റൂമാണ് ആക്ച്വലി ഉള്ളത്. ഇത് കേരള മോഡലിലുള്ള വേറൊരു ചെറിയ കോട്ടേജാണ്. ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരു കോട്ടേജാണിത്. ഇതിന് മുൻപിൽ നിങ്ങൾക്ക് വേറൊരു സാധനമുണ്ട്, അത് ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഗാർഡൻ പോലെയുണ്ട്. ഈ ഗാർഡനിൽ നമ്മൾക്ക് ബാർബക്യൂ ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ എന്തൊക്കെയുണ്ട്, ഒരു ചട്ടിയിൽ കുറച്ച് മുട്ട പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ബാക്കിയുള്ള ദോശയുണ്ട്, സാമ്പാറുണ്ട്, പൂരിയുണ്ട്, അങ്ങനെ ഒത്തിരി വിഭവങ്ങളുണ്ട്. ആകെ മൊത്തം ടോട്ടലി ഹാപ്പിയാണ്. ഞങ്ങൾ വന്ന റിസോർട്ടാണിത്, സ്പൈസ് കൺട്രി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഞങ്ങളുടെ പാരൻസിനായിട്ടാണ് വന്നത്. ഒരു കോട്ടേജിലാണ് താമസിക്കുന്നത്. വളരെ മനോഹരമായ കോട്ടേജാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ സർവീസും എല്ലാം വളരെ മനോഹരമാണ്. ഫുഡ് എല്ലാം തന്നെ. ഇപ്പം യങ്സ്റ്റേഴ്സിന് മാത്രമല്ല, നമ്മളുടെ പാരൻസിനൊക്കെ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം ഞങ്ങൾ മോനാണെങ്കിലും വളരെ ഇഷ്ടമാണ്. അവനിവിടെ ഓടി നടക്കാം, മീനുകളെ കാണാം, കുറേ കിളികളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനാണെങ്കിൽ ഇവിടെ വളരെ ശാന്തമായൊരു സ്ഥലമാണ്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്. എല്ലാവരും ഒരാളെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് ഞങ്ങൾ പറയുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് ചെങ്കുളം ഡാമിലേക്കാണ്. ചെങ്കുളം ഡാം. നമ്മൾ സ്പൈസ് കൺട്രിയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇപ്പോൾ നേരെ പോകുന്നത് ചെങ്കുളം ഡാമിലേക്കാണ്. ഈ സ്പൈസ് കൺട്രിയിൽ നിന്ന് ആകെ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്പൈസ് കൺട്രിയിൽ നമ്മൾ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴെ ഈ 2.5 കിലോമീറ്റർ താഴെ ഒരു ചെങ്കുളം ഡാമിൽ വന്ന് അവിടെയും കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കുളം ഡാമിന്റെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് എൻ്റെ വൈഫ് പറയും. ഓക്കെ, ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ടിൽ 5 പേരാണ് അവർ അലൗ ചെയ്യുന്നത്. 900 റുപ്പിയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇൻഫൻസ് ആണെങ്കിൽ പോലും അതിന് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. അപ്പൊ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 5 പേരെ അലൗ ചെയ്യുള്ളൂ. ഈവൻ ബേബി ആണെങ്കിൽ പോലും എക്സ്ട്രാ ആണ് എടുക്കേണ്ടി വരിക. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. പോകുന്നതിന് മുമ്പ് സേഫ്റ്റി ഫസ്റ്റ്. ഏതൊരു റിക്രിയേഷൻ ആക്ടിവിറ്റിക്കും അതിൻ്റെതായ സേഫ്റ്റി നോംസ് നമ്മൾ പാലിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ലൈഫ് വെസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പൊ ഞങ്ങളുടെ ബോട്ടിങ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അടിപൊളിയാണ്. വെള്ളമൊക്കെ പോകാൻ വേണ്ടി പോകുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവിടെ അടുത്ത് താഴേക്ക് നോക്കി കിടക്കാൻ ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നുന്നു. ഞാനും സൂപ്പർ. നല്ലൊരു ഇളം വെയിലും ഒരു ഇളം തണുപ്പൊക്കെ ഉള്ള നല്ലൊരു ക്ലൈമറ്റ് കൂടിയാണത്. അടിപൊളിയാണ്. ചെറിയൊരു ഡാമാണെങ്കിലും സൂപ്പർ. നിങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കിയാലുണ്ടോ, അവിടെ ചുവപ്പ് കളറുള്ള ഒരു കായുണ്ട്. എന്തോ ഒരു കാട്ടുകനിയാണ് തോന്നുന്നു. എൻ്റെ കയ്യിൽ 3 കല്ലുണ്ട്.
വേറെ ഒന്നുമല്ല, കുരുത്തക്കേട് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. വീട്ടാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ മിസ്സായി, രണ്ടാമത്തെ മിസ്സായി, ലാസ്റ്റ് വണ്ണാണ്. അടിപൊളി, തീരുമാനമായി. ബോട്ടിങ്ങും കഴിഞ്ഞു, കായ പറിക്കലും കഴിഞ്ഞു. ഇനി നല്ല വിശപ്പുണ്ട്. നമ്മൾ ചെറിയൊരു സ്നാക്സ് ഇവിടെ ഈ കഫറ്റേരിയ തൊട്ടടുത്ത് തന്നെ കഫറ്റേരിയ ഉണ്ട്, കഫറ്റേരിയയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ഈ ഗ്ലാസിൻ്റെ ആകൃതി ഉണ്ട്, നല്ല സ്റ്റൈലല്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ചെങ്കുളം ഡാമിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ഫിഷ് സ്പായുടെ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ അക്വേറിയംസ് ഗ്രൗണ്ട് ലെവലിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്ന് കാല് നീട്ടി ഇരുന്നാൽ മതി. ഇതിലുള്ള മീൻ എന്ത് മീനാണെന്ന് അറിയില്ല, ചെറിയ ചെറിയ മീനുകളാണ്. അത് നമ്മളുടെ ചേച്ചി ഇവിടുത്തെ എന്തൊരു മീന് പറഞ്ഞു, ഞാനത് കുറച്ച് കറക്റ്റായിട്ട് പറയാം. അപ്പൊ ഈ മീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലുകളിലുള്ള ഡെഡ് സെൽ അത് തിന്ന് നമ്മളുടെ കാലിന് കുറച്ചുകൂടി ഹെൽത്തി സ്കിന്നിന് പുറത്തേക്ക് വരും. അപ്പൊ അതിനുള്ളൊരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 10 മിനിറ്റിന് എത്ര ചേച്ചി? 10 മിനിറ്റ് കാല് വെള്ളത്തിൽ വെച്ച് ആ മീന് നമ്മളുടെ തൊലി കൊത്തി തിന്നുന്നതിന് 150, 20 മിനിറ്റിന് 250 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സമയമില്ല, അപ്പൊ ഇനി വേറൊരു ദിവസം വന്നിട്ട് ട്രൈ ചെയ്യാന്ന് ഓർത്തു. പക്ഷേ നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഡ്രീം ക്യാച്ചർ റിസോർട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. ഡ്രീം ക്യാച്ചർ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി ഡ്രൈവറാണ്, കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. നമ്മൾക്ക് മൂന്നാർ മൊത്തമായിട്ട് കാണാൻ സൗകര്യമില്ലെങ്കിൽ, സമയവും സന്ദർഭവും ചിലപ്പോൾ ആരോഗ്യവും ഇല്ലെങ്കിൽ, ഈ ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ആംബിയൻസ് അറിയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ ഒരു റിസോർട്ടും കൂടി ട്രൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നത് നെറ്റിൽ കുറേ സെർച്ച് ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ റിസോർട്ടിനെ കുറിച്ച് സജഷൻസ് പറഞ്ഞിരുന്നു. വളരെ നല്ല റിവ്യൂസാണ് എല്ലായിടത്തും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾക്ക് നോക്കാം. കൂടുതലായിട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസോർട്ട്സ് ഒരുപാട് ആൾക്കാർ പറയാറ്. അപ്പോൾ പോയി നോക്കാം. ട്രീ ഹട്ട്സ് ഉണ്ട്, അവരുടെ ഹണിമൂൺ കോട്ടേജസ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണ്. ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട്, അതാണ് അതിൻ്റെ കറക്റ്റ് പേര്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ട്രീ ഹൗസസ് ഉണ്ട്. മരത്തിൽ നല്ല ഭംഗിയായിട്ട് നല്ല ലക്ഷൂറിയസ് ആയിട്ട് റൂംസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു റൂമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റപ്പാണ് ഉള്ള കാര്യങ്ങൾ. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് കയറി നോക്കാം. വാ. അപ്പോൾ ഇതാണ് ഈ കോട്ടേജിലെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിക്ക് വേണ്ടിയാണ്. 2 അല്ലെങ്കിൽ 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. എനിക്ക് എന്ത് പറയണമെന്നല്ല, അത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റൂമാണ്. ചുറ്റും തടി കൊണ്ടൊക്കെ നല്ല സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരിക്കലും വന്ന് താമസിക്കണം അല്ലേ, എന്നാലേ അതിൻ്റെ ഒരു വർത്ത് നമ്മൾക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ജനലുണ്ട്, ഇവിടെ ഒത്തിരി ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജനലൊക്കെ കാര്യം എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നല്ല സൂപ്പർ സീനറിയാണ് മുകളിലേക്ക് കാണുന്നത്. ആക്ച്വലി ഇപ്പം ഞങ്ങളിരിക്കുന്ന ഈ ഒരു ട്രീ ഹൗസ് ഉണ്ടല്ലോ, ഇത് സ്പെഷ്യലി ഫോർ കപ്പിൾസിനാണ്. കപ്പിൾസിന്റെ അവരുടേതായ ആവശ്യങ്ങൾക്കുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ സാധനമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. അവിടെ നിന്ന് എത്ര ദൂരെ നോക്കിയാലും നമുക്ക് കാണാം ഒരുപാട് തേയിലത്തോട്ടമുണ്ട്, ഓറഞ്ച് മരങ്ങളുണ്ട്, നിറയെ ഓറഞ്ചസുമായിട്ട് കാണാൻ. ആകാശവും ഇവിടുന്ന് മൗണ്ടൻസും എല്ലാം വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നോക്കാൻ. ഇവിടെ നിറച്ച ഈ തേയിലത്തോട്ടത്തിനിടയിൽ കുറേ ഓറഞ്ച് ട്രീസ് കാണാം. അതിലെല്ലാം ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് എന്നാലും ഓറഞ്ചസ് ഒരുപാടുണ്ട്. റൈപ്പായതുണ്ട്, പച്ചയുണ്ട്. മേളിലൊക്കെ നോക്കി ഒരുപാട് കാണാം ഓറഞ്ചസ് കിടക്കുന്നത്. മൂന്ന് ഓറഞ്ച് താഴെ നിന്ന് തരപ്പെടുത്തിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതേ
ഡ്രീം ക്യാച്ചർ റിസോർട്ടിൻ്റെ വാച്ച് ടവറിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചുറ്റും മലകളായാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൂപ്പറാണ്, നല്ലൊരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അതല്ലാതെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മൾ വേറെ അധികം കാണാത്തൊരു സംഗതിയാണ് ഇത്, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വാച്ച് ടവറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ ഒരു രാത്രിയാകുമ്പോൾ തീയൊക്കെ കാന് ആ സമയത്ത് ചിലപ്പോൾ ബാക്കിയൊന്നും കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നല്ല ക്ലിയർ സ്കൈയും സ്റ്റാറൊക്കെ ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുമല്ല, ഇതിനിവിടെ ഒരു ബാർബക്യൂ ചെയ്യാനുള്ള സംഗതികളും ഉണ്ട്. ഇതാണ് ഡ്രീം ക്യാച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറോട് കൂടിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. എല്ലാവരും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ വന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ചൊക്രാമുടി എന്ന് പറയുന്ന ഒരു പീക്കാണ്, കൊടുമുടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. ഏറ്റവും പൊക്കം കൂടിയത് ആനമുടി എന്നാണല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കൊച്ചനിയനാണ് ഈ കൊടുമുടി. അപ്പോൾ ഇവിടെ ഈ പ്ലാന്റേഷൻ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ അനുഭവിക്കാൻ പറ്റാത്ത ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ സൂപ്പറായിട്ട് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആ നേരെ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് റൂം. അവിടെ പോകാനായിട്ട് ഈ പ്ലാന്റേഷൻ്റെ മേലെ കൂടി അവർ കണക്ഷനായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കൂടിയാണ് പോകുന്നത്. അവിടെ എല്ലാവരും നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഇവിടെ ഡൈനിങ് റൂമിലാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ക്രിസീൻസ് ആണ്, മൾട്ടി ക്രിസീൻ റെസ്റ്റോറൻ്റാണിത്. ഒരുപാട് ഞങ്ങളിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ നാടൻ കേരള വിഭവങ്ങളാണ്. അത് നിങ്ങൾക്കിവിടെ കാണാം. ചോറുണ്ട്, റൈത്ത ഉണ്ട്, മീൻ കറി, ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കഴിച്ചു നോക്കാം അതെങ്ങനെയുണ്ട്, അതിനുശേഷം ഞങ്ങൾ പറയാം. നമ്മൾ ഡ്രീം ക്യാച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ വണ്ടിയുണ്ട്, പൊളാറിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു ഓഫ് റോഡ് റൈഡ് വണ്ടിയാണ്. ഇവിടെ 400 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10, 20, 30 മിനിറ്റ് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് ഓഫ് റോഡ് റൈഡ് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അതിനുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊളാറിസ് വണ്ടിയിൽ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു റൈഡൊക്കെ എൻജോയ് ചെയ്യേണ്ടത് വളരെ ത്രില്ലിംഗ് ആണ്. എൻ്റെ മോനുണ്ടോ, അവന് കുറച്ച് പേടിയായിട്ട് ഒരു സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൈഡാണിത്. പൊളാറിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ്. നിങ്ങൾക്ക് കാണാം, ഏലത്തോട്ടമാണ് എൻ്റെ ചുറ്റും ഇതുള്ളത്. ഈ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര സുഖമുണ്ടോ, നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇത് മിസ്സായി കഴിഞ്ഞായിരുന്നെങ്കിൽ ഭയങ്കര ഒരു മിസ്സായി പോയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി. പൊളാറിസിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് മൂന്നാർ ടൗണിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കൊച്ചിയിലേക്കാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.